everyone, welcome to Bosco Campus Vision. I am Amrita T.S., Assistant Professor, PC Department of Commerce, Don Bosco College, Kottayam. Here is the 36th lecture of Company Administration. Here in this session, I am dealing with the appointment of directors, section 152. Let's begin with the appointment of first directors, section 152, subsection 1. Articles of association of the company usually name the first directors by their respective names or prescribe the methods of appointing them. Where no provision is made in the articles of the company for the appointment of the first director, the subscribers to the memorandum who are individuals shall be deemed to be the first directors of the company until the directors are duly appointed. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കണം. അവരുടെ പേര് സഹിതം സ്പെസിഫൈ ചെയ്തിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ചിരിക്കണം. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഫസ്റ്റ് ഡയറക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലെങ്കിൽ മറ്റേ ആരെങ്കിലും നമ്മൾ കമ്പനി ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഫസ്റ്റ് ഡയറക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ ആരാണ് സബ്സ്ക്രൈബേഴ്സ് എന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഷെയർസ് വാങ്ങിച്ചിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ പേര് നമ്മൾ എവിടെ മെൻഷൻ ചെയ്തിരിക്കണം? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഡയറക്ടേഴ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് ബൈ ദി കമ്പനി, subsections 2, 3, 4, 5, 6 and 7 of section 152 of Companies Act 2013. Subsequent directors of a company are appointed by the company in the general meeting as per the provisions of section 152. If otherwise not expressly provided, every directors shall be appointed by the company in general meeting. No person shall be appointed as a director of a company unless he has been allotted the director's identification number under section 154 of the Companies Act 2013. Companies Act 2013, section 152, subsection 2, 3, 4, 5, 6 and 7ലാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത്. ഒരു കമ്പനിയിൽ ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് കമ്പനീസ് ആക്ട് സെക്ഷൻ 152 പ്രൊവിഷൻസ് പ്രകാരമായിരിക്കും. സെക്ഷൻ 152 ഓഫ് കമ്പനീസ് ആക്ട് പ്രൊവിഷൻസ് പ്രകാരം ഡയറക്ടേഴ്സിനെ ഒരു കമ്പനിക്ക് ജനറൽ മീറ്റിങ്ങിലൂടെയാണ് അപ്പോയിൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ട രീതികളൊന്നും കമ്പനി കോൺസ്റ്റിറ്റ്യൂഷനിൽ, അതായത് മെമ്മോറാണ്ടത്തിലോ ആർട്ടിക്കിൾസിനകത്തോ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്താണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. 154 ഓഫ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം DIN, അതായത് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലും ഒരു കമ്പനിയുടെയും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ DIN, what is DIN? DIN, that is Directors Identification Number, is a number allotted by the central government to any person intending to be a director or an existing director of a company. നിലവിൽ ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടറായിട്ട് ഇരിക്കുന്ന ആളുകൾക്കോ
അല്ലെങ്കിൽ ഡയറക്ടർ ആകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കോ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്ന ഒരു യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, അതായത് ഒരു 8 ഡിജിറ്റ് യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. ഈ ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. Every person proposed to be appointed as a director by the company in general meeting or otherwise shall furnish his director identification number and a declaration that he is not disqualified to become a director. കമ്പനി ജനറൽ മീറ്റിങ്ങിലൂടെ ഡയറക്ടറായി അപ്പോയിൻ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും അതോടൊപ്പം ഡയറക്ടറായിരിക്കാൻ അദ്ദേഹം യോഗ്യനാണെന്നും ഉള്ള ഒരു ഡിക്ലറേഷൻ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. A person appointed as a director shall not act as a director unless he gives his consent to hold the office as director and such consent has been filed with the registrar within 30 days of his appointment. ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കമ്പനിയിൽ ഡയറക്ടറായിട്ട് തുടരാൻ സമ്മതമാണ് എന്നുള്ള കൺസെൻറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. അത് സമർപ്പിച്ചാൽ മാത്രം പോരാ, രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് 30 ദിവസത്തിനുള്ളിൽ, അതായത് അദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അത് ഫയൽ ചെയ്യുകയും വേണം. Unless the articles provide for the retirement of all directors at every annual general meeting, not less than 2/3 of the total number of directors of a public company shall be persons whose period of office is liable to determination by retirement of directors by rotation and save as otherwise expressly provided in this act be appointed by the company in general meeting. അതായത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഡയറക്ടേഴ്സ് ഓരോ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും എല്ലാ ഡയറക്ടേഴ്സും റിട്ടയർ ആകണം എന്നുള്ള പ്രൊവിഷനൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഡയറക്ടേഴ്സിൻ്റെ റിട്ടയർമെൻറ്റും അപ്പോയിൻമെൻറ്റും എന്നാണ് പറയുന്നത്. അതായത് 1/3 ഡയറക്ടേഴ്സ് എല്ലാ വർഷവും റിട്ടയർ ചെയ്യണം. ആ വേക്കൻസിയിൽ കമ്പനി പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യും. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞുള്ള ഓരോ ആനുവൽ ജനറൽ മീറ്റിങ്ങിലും 1/3 ഡയറക്ടേഴ്സ് റിട്ടയർ ആവാൻ ലയബിളാണ്. കൂടുതൽ നാൾ ഡയറക്ടറായിട്ട് ഇരുന്നത് ഏത് ഡയറക്ടറാണോ, അതായത് കൂടുതൽ നാൾ ഡയറക്ടറായിട്ടിരുന്നത് ആരാണോ അദ്ദേഹമായിരിക്കും റിട്ടയർ ആകാനായിട്ട് ലയബിളായിട്ടുള്ളത്. ഓരോ ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിയുമ്പോഴും 2/3 ഡയറക്ടേഴ്സിന് മാത്രമേ തുടരാൻ സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ള ഡയറക്ടേഴ്സ് റൊട്ടേഷൻ അനുസരിച്ച് റിട്ടയർ ആകണം. ഈ റിട്ടയർ ആയ വേക്കൻസിയിലേക്ക് കമ്പനി പുതിയ ഡയറക്ടേഴ്സിനെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലൂടെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്യും. The remaining directors in the case of any such company shall in default of and subject to any regulations in the articles of the company also be appointed by the company in general meeting. ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ തുടരാൻ അനുവദിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഇനി ഡയറക്ടേഴ്സ് കമ്പനിയിൽ എന്തെങ്കിലും ഡിഫോൾട്ട്, അതായത് കമ്പനിക്ക് എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ട്, അതായത് ഇപ്പോൾ 1 വർഷത്തേക്കാണ് അല്ലെങ്കിൽ 6 മാസത്തേക്കാണ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡയറക്ടറും റിട്ടയർ ആയിട്ട് പുതിയ ആളുകളെ നമ്മൾ കമ്പനിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ടേഴ്സിനെ മാറ്റി നമ്മൾ പുതിയ ആളുകളെയും ആനുവൽ ജനറൽ മീറ്റിങ്ങിലൂടെ ആയിരിക്കും അപ്പോയിൻ്റ് ചെയ്യുന്നത്. The directors to retire by rotation at every annual general meeting shall be those who have been longest in office since their last appointment. But as between persons who become directors on the same day, those who are to retire shall, in default of and subject to any agreement among themselves, be determined by lot. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ നാൾ ഡയറക്ടേഴ്സായിട്ട് ആക്ട് ചെയ്ത ആളുകളാണ് റൊട്ടേഷൻ വഴി
റിട്ടയർ ചെയ്യേണ്ടത്. എന്നാൽ ചില ഡയറക്ടേഴ്സ് ഒരേ സമയം അപ്പോയിൻ്റ് ചെയ്ത് ഒരേ പീരീഡ്, അതായത് ഓഫീസ് ഒരേ പീരീഡ് ഹോൾഡ് ചെയ്ത ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗ് ആകുമ്പോഴത്തേക്കും അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ റിട്ടയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലോട്ടിട്ടായിരിക്കും ഏത് ഡയറക്ടറാണ് റിട്ടയർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. The remaining directors in the case of any such company shall in default of and subject to any regulations in the articles of the company also be appointed by the company in general meeting. ബാക്കിയുള്ള ഡയറക്ടേഴ്സിനെ തുടരാൻ അനുവദിക്കുകയാണ് സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത്. ഇനി ഡയറക്ടേഴ്സ് കമ്പനിയിൽ എന്തെങ്കിലും ഡിഫോൾട്ട്, അതായത് കമ്പനിക്ക് എതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ട്, അതായത് ഇപ്പോൾ 1 വർഷത്തേക്കാണ് അല്ലെങ്കിൽ 6 മാസത്തേക്കാണ് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ ആ ഡയറക്ടറും റിട്ടയർ ആയിട്ട് പുതിയ ആളുകളെ നമ്മൾ കമ്പനിയിലേക്ക് അപ്പോയിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡയറക്ടേഴ്സിനെ മാറ്റി നമ്മൾ പുതിയ ആളുകളെയും ആനുവൽ ജനറൽ മീറ്റിങ്ങിലൂടെ ആയിരിക്കും അപ്പോയിൻ്റ് ചെയ്യുന്നത്. If the vacancy of the retiring director is not so filled up and the meeting has not expressly resolved not to fill the vacancy, the meeting shall stand adjourned till the same day in the next week at the same time and place, or if that day is a national holiday, till the next succeeding day which is not a holiday at the same time and place. നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനിയിൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ 1/3 ഡയറക്ടേഴ്സ് ഉറപ്പായിട്ടും റിട്ടയർ ആയിരിക്കണം. ആ റിട്ടയർ ആയ വേക്കൻസിയിലേക്ക് നമ്മൾ പുതിയ ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുകയും വേണം. അങ്ങനെ അപ്പോയിൻ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ, അതായത് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ആ മീറ്റിംഗ് നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മറ്റൊരു ദിവസം എന്ന് പറയുന്നത് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം ഇതേ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് കൂടുകയാണ് ചെയ്യാറുള്ളത്. ആ ദിവസം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഹോളിഡേ ആണെങ്കിൽ, അതായത് അടുത്ത ആഴ്ച ഇതേ ദിവസം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഹോളിഡേ ആണെങ്കിൽ അതിന് തൊട്ടടുത്ത ദിവസം ആ മീറ്റിംഗ് അതേ സമയം അതേ സ്ഥലത്ത് വെച്ച് കൂടി ഈ പറയുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. If at the adjourned meeting also the vacancy of the retiring director is not filled up and that meeting also has not expressly resolved not to fill the vacancy, the retiring director shall be deemed to have been reappointed at the adjourned meeting. വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള തീരുമാനങ്ങളൊന്നും ആകാത്തതുകൊണ്ട് നമ്മൾ മീറ്റിംഗ് അടുത്ത ആഴ്ചത്തെ അതേ ദിവസത്തേക്ക് മാറ്റി വെച്ചു. ആ മീറ്റിങ്ങിലും ഈ പറയുന്ന വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ഡയറക്ടർ തന്നെ വീണ്ടും റീഅപ്പോയിൻ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കും. അതായത് റിട്ടയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹത്തെ തന്നെ വീണ്ടും ഡയറക്ടറായിട്ട് റീഅപ്പോയിൻ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. Okay students, this is all for this session. Thank you for watching. Stay safe at home.